മഴത്തോരു മുമ്പിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന രാവിലെ തന്നെ പട്ടിക്കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതിനെ തടവുകയും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പൗലോസും ബൈജും കൂടെ ദൂരെ നിന്ന് കാണുന്നുണ്ട്. അവർക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ബൈജു പറയുന്നുണ്ട്, ഇത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, അവിടെ കുട്ടിച്ചാനെങ്കിൽ വരട്ടെ, അതോടെ തീരും ഈ പെങ്കൊച്ചിൻ്റെ ഇവിടുത്തെ താമസം എന്ന് പറയുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ പട്ടികളൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ അതിന് തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബബിതയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ വരുന്നത് കാണുമ്പോൾ ബബിതയും അതേപോലെ കൃഷ്ണമോളും കൂടെ നോക്കുകയാണ്. ഈ സമയത്താണ് ബാലചന്ദ്രൻ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. സോഫയിലിരുന്ന് കണക്കൊക്കെ നോക്കിയാണ് വൈജയാണെങ്കിൽ ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് വൈജ ഒരു പുച്ഛഭാവത്തിൽ. ഈ സമയത്ത് ബബിതയാണെങ്കിൽ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അച്ഛാ ഇത് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. ഇതാ അലീന ചേച്ചി കുറേ ഫോട്ടോസ് അയച്ചേക്കുന്നത്, പട്ടിയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അയച്ചേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആഹാ, അലീന ചേച്ചി അയച്ചാണോ? അത് വൈജിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലെന്ന് ബാലചന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ ചോദിക്കണം, അലീന ചേച്ചി അയച്ചാണോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ കസേര ഇരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വരുന്നുണ്ട്. രാവിലെ തന്നെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. പട്ടികളൊക്കെ ആയിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരുന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്. അതൊന്നും വൈജിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത്രയ്ക്ക് ബാലചന്ദ്രൻ കാണാനുള്ള ആകാംക്ഷത്തോടെ ആ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പം ബബിതയ്ക്കും കൃഷ്ണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി ഇന്ന് അലീനെക്കുറിച്ച് അതൊക്കെ ഫോട്ടോയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം വൈജി ആണെങ്കിൽ ദേഷ്യം ഇങ്ങനെ നോക്കുവാണ്. വൈജിക്ക് എന്ത് ഫോട്ടോ അയച്ചു തന്നതെന്ന് കാണണമെന്നുണ്ട്. എല്ലാവരും ഫോട്ടോ കാണുന്നതിനുള്ള ദേഷ്യമുണ്ട്. അപ്പോഴാണ് ബാലചന്ദ്രന് ഒരു കോള് വരുന്നത്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, നിങ്ങൾ ഫോട്ടോകളൊക്കെ കാണും, എനിക്കൊരു കോള് വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയി എടുക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങോട്ട് എണീച്ചു പോവുകയാണ്. അങ്ങനെ വീണ്ടും ബബിതയും കൃഷ്ണയും ഇരുന്ന് ഓരോ ഫോട്ടോകൾ കാണിയാണ്. അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ചേച്ചി രാവിലെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുവാണല്ലോ, കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ, ആ വീട്ടിൽ കുറേ പട്ടികളുണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ബബിത പറയാണ്, അതെ, അതൊക്കെ പട്ടികളൊക്കെ ചേച്ചിയായിട്ട് നല്ല അടുപ്പത്തിലായതുപോലെ തോന്നുന്നുണ്ട്, ഒരു ദിവസം പോയതേ ഉള്ളല്ലോ, ഇപ്പം പട്ടികളൊക്കെ ചേച്ചിയോട്ട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു, ഒക്കെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിന്ന് കൊടുക്കുമോ എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈജിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വൈജി എണീച്ച് വരികയാണ്. എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, പിന്നെ എന്തോ ഇവിടെ അലീനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് അലീന ചേച്ചി കുറച്ച് ഫോട്ടോസ് ഇട്ട് ആ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അവളെക്കുറിച്ച് സംസാരിക്കൽ, ഇവിടെ ആരും അവളെക്കുറിച്ച് ഒന്നും പറയല്ലെന്ന്, പിന്നെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് എന്തുവാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയാണ്, ഞങ്ങളെ അലീന ചേച്ചിയെക്കുറിച്ച് പറഞ്ഞതിന് അമ്മയ്ക്ക് എന്താ, അമ്മയുടെ അടുത്ത് പറയാൻ വരുന്നില്ലല്ലോ, ഞങ്ങളല്ലേ സംസാരിക്കുന്നതിന് അമ്മയ്ക്ക് എന്തോ പ്രശ്നം ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ഇനി അവിടെ പേര് കേൾക്കല്ലെന്ന്, അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, പിന്നെ എന്തിനാ ഇവിടെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരുടെ കാര്യം ഇവിടെ പറയലെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്ക് അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞേ പറ്റൂ, നിങ്ങൾ പറയുകയും ചെയ്യും, ചേച്ചിയെ വിളിക്കുകയും ചെയ്യും, ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് മാത്രമല്ലേ ഉള്ളായിരുന്നു നമ്മുടെ ആവശ്യം, ചേച്ചി ഇവിടുന്ന് പോയി, അതിനുശേഷം ഞങ്ങളെ വിളിക്കുകയോ കാണുകയോ മിണ്ടുകയോ ഒന്നും അമ്മ അറിയണ്ടെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോൾ വൈജിക്കത് അങ്ങോട്ട് ദേഷ്യമാവുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് രണ്ടും ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, ഞാൻ പറയുന്നതും കേട്ട് മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം, ഇല്ലെങ്കിൽ ഈ വീടിന് പുറത്ത് പോകാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രൻ കയറി വരുന്നുണ്ട്. അപ്പോൾ ഉടനെ ബബിത ചോദിക്കുകയാണ്, അമ്മയാണോ തീരുമാനിക്കുന്നത് ഈ വീടിന് പുറത്ത് ആര് പോകണമെന്ന്, അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ, നീയൊന്നും ഞാൻ പറയുന്ന കേട്ട് ഈ വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്നെയൊക്കെ അടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ പറയാണ്, അമ്മ എങ്ങനെ അടിച്ച് പുറത്താക്കും, അത് അമ്മയുടെ വീടല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്, ഇത് എൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് അമ്മയുടെ വീടായിരുന്നെങ്കിൽ അമ്മ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകുമായിരുന്നോ, ഇല്ലല്ലോ, അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് അമ്മ പോയത്, അന്ന് അമ്മ പറഞ്ഞത് എൻ്റെ വീട് അതെന്നാ, പിന്നെ എങ്ങനെയാവും അമ്മയുടെ വീട് ഇതെങ്ങനെയാവും എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നീയൊന്നും തർക്കുത്തരം പറഞ്ഞ് എൻ്റെ അടുത്ത് ജയിക്കാനൊന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചെയ്തോണം, ഇനി അവളുടെ പേര് ഈ വീട്ടിൽ മിണ്ടിപ്പോലെ, ഇവിടെ അവളുടെ ഒരു കാര്യം കേൾക്കണ്ട, അവൾ ഫോട്ടോ അയച്ചു തരികയോ അവളുമായിട്ട് സംസാരിക്കുകയോ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ബാലചന്ദ്രന് കാണിയും വേണ്ട, അമ്മയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, കൃഷ്ണ ചോദിക്കുകയാണ്. ഞാനാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പണ്ട് എല്ലാ കാര്യങ്ങളും ഞാനല്ലേ തീരുമാനിക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇനി ഞാനും തീരുമാനിക്കുന്നതെന്ന് വായിച്ച പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതും കേട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി രണ്ടും ഇവിടെ നിന്നോണം, അല്ലെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അത് നിൻ്റെ വീട്ടിൽ പോയി നീ കാണിച്ചാൽ മതി, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ മക്കളെ അടിച്ചിറക്കാൻ നിനക്ക് എന്താ അവകാശമുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ വല്ലാതാവുന്നുണ്ട്. വൈജ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലചന്ദ്രൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് പറയാണ്, എൻ്റെ മക്കളോട് ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം, മാത്രവുമല്ല ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആര് നിൽക്കണം പോകണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മക്കളടുത്ത് നീ കൂടുതൽ ഭരണം നടത്താൻ വരണ്ട,
കേട്ടല്ലോ, എൻ്റെയും മക്കളുടെയും കാര്യത്തിൽ ആവശ്യമില്ലാതെ നീ കൈ കടത്തിയും വേണ്ട എന്ന് ബാലചന്ദ്രൻ പറയാണ്. അപ്പം വൈജി ഇങ്ങനെ ദേഷിച്ച് ബാലചന്ദ്രനെ നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ ദേഷ്യം നോക്കാനല്ല പറഞ്ഞത്, ഉള്ള കാര്യം പറഞ്ഞത്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല, ഇനി മുതൽ ഞാനാണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്.